5 ആളുകൾ 10 മണിക്കൂർ ജോലി ചെയ്ത് 20 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കുമെന്നുണ്ടെങ്കിൽ അതേ ജോലി 10 ആളുകൾ 2 മണിക്കൂർ കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ 5 പേർ ജോലി 10 മണിക്കൂർ 20 ദിവസം അല്ലേ. അതേപോലെ രണ്ടാമത്തെ സെറ്റ് തന്നിട്ടുള്ളത് എന്താണ്? 10 പേർ 2 മണിക്കൂർ അതേ ജോലി എത്ര ദിവസം എടുക്കും എന്നുള്ളത് അറിയില്ല. ദിവസത്തിൻ്റെ കണക്ക് നമുക്കറിയില്ല. അപ്പം ഇങ്ങനെ 2 സെറ്റ് ഓഫ് കാര്യങ്ങൾ തന്നിട്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന് ചെയ്ത് തീർക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന ആളുകൾ, മണിക്കൂർ, ദിവസം എന്നുള്ളതിനെ ഈ ഫസ്റ്റ് സെറ്റിലുള്ളതിനെ ഞാൻ M1 ഇത് D1 ആയിട്ടും അതേപോലെ ഇതിനെ M2 ഇത് T2 ഇത് D2 ആയിട്ടും കൺസിഡർ ചെയ്ത് ഈ ഇക്വേഷൻ നമ്മളിവിടെ ബിൽഡ് ചെയ്യാണ്. അതായത് എന്താണ്? M1 D1 T1 = M2 D2 T2. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള 5 പേര് 10 മണിക്കൂർ 20 ദിവസം എന്നുള്ളതും 10 പേര് 2 മണിക്കൂർ എത്ര ദിവസം എന്നുള്ളത് അറിയാത്ത വ്യക്തി എന്ത് ചെയ്യാം? ഇക്വേഷനിൽ ചൂസ് ചെയ്യാം. M1 എന്ന് പറയുന്നത് 5, T1 എന്ന് പറയുന്നത് 20, T1 എന്ന് പറയുന്നത് എത്രയാണ്? 10. ഓക്കെ. അതേപോലെ M2 എന്ന് പറയുന്നത് 10, D2 എന്ന് പറയുന്നത് അറിയില്ല, T2 എന്ന് പറയുന്നത് 2. ഇതിൽ ഈ പറയുന്ന D2 ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ. ഈ പറയുന്ന D2 ആണ് നമുക്ക് കാണേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? 5 × 20 എന്ന് പറഞ്ഞാൽ 5 2 10, 100 × 10 = 20 D2. അപ്പം 0 കൂടും ബൈ 20 = D2. ഈ 0 കട്ടത് ഇതും കട്ടത് 50. അതായത് D2 എന്ന് പറയുന്നത് ഇവിടെ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ എത്രയാണ്? 50 ഡേയ്സ് എടുത്തിട്ടായിരിക്കും ആ ജോലി രണ്ടാമത്തെ സെറ്റ് ഓഫ് ആൾക്കാർ തീർക്കുക. ഓക്കെ. അപ്പം ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ തന്നെന്ന് വിചാരിക്കുക. ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഇതാ, 11 പേർക്ക് ഒരു ജോലി, 11 പേര്. അപ്പം എന്താണ്? M1 എന്ന് പറയുന്നത് 11 ആണെന്ന് അറിയാം. ഒരു ദിവസം 7 മണിക്കൂർ. 7 മണിക്കൂർ എന്ന് പറയുമ്പോൾ T1 എന്ന് പറയുന്നത് 7. ഇതിലും പ്രവർത്തിച്ച് 12 ദിവസം എന്ന് പറയുമ്പോൾ D1 12. ഇത് കഴിയുമെങ്കിൽ 4 പേർക്ക് എന്ന് പറയുമ്പോൾ M2 4. അതേപോലെ 11 മണിക്കൂർ. അപ്പം T2 11. എത്ര ദിവസം എന്നുള്ളത് നമുക്കറിയില്ല. ഓക്കെ. അപ്പം നമുക്ക് ഈ പറയുന്നത് എന്താക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ എഴുതാം. M1 D1 T1 = M2 D2 T2. ഈ D2 മാത്രം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ M1 D1 T1 / M2 T2 ആണ് എന്ത്? D2. ഓക്കെ. ഈ സംഭവങ്ങളൊക്കെ ഇനി എന്തൊക്കെ? ഈ തന്ന സംഭവങ്ങളൊക്കെ ഇക്വേഷനിലിടാം. M1 11 M1 11 × D1 7 12 7 × 12 ബൈ എന്താണ്? M2 4 × 11 = D2. ഈ 11ഉം ഈ 11ഉം കട്ട് ചെയ്യുക. ഈ 4ഉം ഈ 12ഉം കട്ട് ചെയ്യും. ഇവിടെ 3 ആവും. അപ്പം 21 ആണ് എന്ത്? D2 വരുന്നത്. അതായത് എന്താണ്? 21 ഡേയ്സ് 21 ദിവസമാണ് ആൻസർ. സോ ഇതേപോലെ ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഇതുവരെ ദിവസമാണ് ചോദിച്ചത്. ഇനി എന്താണ്? അതേ ജോലി ചെയ്യാൻ എത്ര ആളുകൾ, അവിടെ ആളുകൾ എന്നുള്ളത് കട്ട് ചെയ്യുകയാണ്. എത്ര ആളുകൾ വേണ്ടി വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് 35 പേർക്ക്, അതായത് M1 എന്ന് പറയുന്നത് 35. ഒരു ജോലി ഒരു ദിവസം 8 മണിക്കൂർ. അപ്പോൾ T1 എന്ന് പറയുന്നത് 8. 12 ദിവസം. അപ്പോൾ D1 എന്ന് പറയുന്നത് 12 ചെയ്യുമെങ്കിൽ ഒരു ദിവസം 12 മണിക്കൂർ. ഒരു ദിവസം 12 മണിക്കൂർ. അപ്പം T2 എന്ന് പറയുന്നത് 12. 8 ദിവസം. D2 എന്ന് പറയുന്നത് 8. ജോലി ചെയ്യാൻ എത്ര ആളുകൾ? അപ്പോൾ M2 എന്ന് പറയുന്നത് അറിയില്ല. അപ്പം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് അറിയാം. ഇവിടെ എന്താണ്? M2 കാണാനാണ് പറയുന്നത് അല്ലേ. എത്ര പേർ എന്നുള്ളത് കാണാനാണ്. M1 D1 T1 = M2 D2 T2. സെൻറ്റ് മാത്രം ഞാൻ ഇവിടെ വെക്കുമ്പം M1 D1
T1 by D2 T2 ഈക്വൽ ടു M2. ഇനി ഇക്വേഷൻസിൽ ഇതൊക്കെ ഈ വാല്യൂസ് ഒക്കെ ഇടുമ്പോൾ M1 35 ഇൻറ്റു 8 ഇൻറ്റു 12 ബൈ D2 8 ഇൻറ്റു 12. ഇതും കട്ട് ചെയ്യുമ്പോണ്ടാണ് M2 എന്ന് പറയുന്നത് എന്താണ്? M2 എന്ന് പറയുന്നത് 35. 35 ആൾക്കാർക്കാണ് ഈ ഒരു ടൈപ്പിൽ, അതായത് 12 മണിക്കൂർ വീതം 8 ദിവസം എടുക്കുമ്പോൾ 35 ആൾക്കാർ വേണ്ടി വരും. സോ ഈ ഇക്വേഷൻ M1 D1 T1 ഈക്വൽ ടു M2 B2 T2 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസിനായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ പരിഗണിക്കുക. ബൈ.